ആണിനും പെണ്ണിനും അടിസ്ഥാനപരമായ മൗലികാവകാശങ്ങൾ ഒന്നാണ്. ഇത് ലോകത്ത് ആധികാരികമായി പ്രഖ്യാപിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നാൽ ആണും പെണ്ണും ഒരുപോലെയല്ല. ആണാണ്, അവന് അവന്റേതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. സ്ത്രീ പ്രകൃതിപരമായി തന്നെ വ്യത്യസ്തമാണ്. അവൾക്ക് അവളുടേതായ അവകാശമുണ്ട്. അവൾ അവളുടെ പ്രകൃതിക്കനുസരിച്ചാണ് ജീവിക്കേണ്ടത്. വാപ്പയ്ക്ക് വാപ്പയുടെ അധികാരമുണ്ട്, മകന്റെ അവകാശമുണ്ട്. വാപ്പയ്ക്കും മകനും ഒരേ അവകാശമാണെന്ന് പറഞ്ഞാലേ നീതിയാകൂ എന്ന് പറയുന്നത് ശരിയല്ല. അധ്യാപകന് അധ്യാപകന്റെ ഡ്യൂട്ടിയുണ്ട്, വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്വമുണ്ട്. ഒരു സ്കൂളിലും അധ്യാപകനും വിദ്യാർത്ഥിക്കും ഒരേ റോളല്ല, ഒരേ അവകാശമല്ല, ഒരേ സ്വാതന്ത്ര്യമല്ല. ഏതൊരു കമ്മിറ്റിയിലും പ്രസിഡന്റുണ്ട്, സെക്രട്ടറിയുണ്ട്, അംഗങ്ങളുണ്ട്. എല്ലാവരുടെയും അധികാരവും അവകാശവും ഒന്നല്ല. ഒരു രാജ്യത്തിന് ഭരണാധികാരികൾ അടങ്ങുന്ന ഒരു ഭരണകൂടമുണ്ട്. എന്നാൽ എല്ലാവരുടെയും അവകാശം ഒന്നല്ല, അധികാരം ഒന്നല്ല, വ്യത്യസ്തമാണ്. ഇതുപോലെ മനുഷ്യകുലത്തിൽ സ്ത്രീയുടെയും പുരുഷന്റെയും അവകാശങ്ങളും അവസ്ഥകളും രണ്ടും വ്യത്യസ്തമാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. സ്ത്രീകൾ കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്യാൻ പറ്റുന്ന പ്രകൃതിയിൽ ഉള്ളവരല്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് പുരുഷന്മാരാണ്. ഖായിം എന്ന് പറഞ്ഞാൽ എന്താ? മാനേജർ. സ്ത്രീകൾക്ക് വേണ്ട മാനേജിംഗ് ഡിപ്പാർട്ട്മെന്റ് പുരുഷന്മാർ കൈകാര്യം ചെയ്യണം. ഖയ്യിം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഹദ്ദിം സാഹിബ് എന്നാണ്. എന്നതുപോലെ സ്ത്രീകൾക്ക് വേണ്ട പാർപ്പിട സൗകര്യം, അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പുരുഷൻ ചെയ്തു കൊടുക്കണം. സ്ത്രീകൾ പണിയെടുത്തിട്ടല്ല വീടുണ്ടാക്കേണ്ടത്, പുരുഷൻ വീടുണ്ടാക്കി കൊടുക്കണം. സ്ത്രീ ജോലി ചെയ്തിട്ടല്ല വസ്ത്രം വാങ്ങേണ്ടത്, പുരുഷന് വാങ്ങിക്കൊടുക്കണം. സ്ത്രീ ജോലി ചെയ്തിട്ടല്ല മക്കളെ പോറ്റേണ്ടത്, പോറ്റാനുള്ള ചെലവ് വകകൾ സ്ത്രീക്ക് പുരുഷന് എത്തിച്ചു കൊടുക്കണം. സ്ത്രീക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ അത് വാങ്ങിക്കൊടുക്കേണ്ടവൻ പുരുഷനാണ്. അവിടെ സ്ത്രീയെ ചെറുതാക്കുകയല്ല, പുരുഷന്റെ തലയിൽ ഉത്തരവാദിത്വങ്ങൾ വെച്ചു കൊടുക്കുകയാണ്. ചില ആളുകൾ ഈ ആയത്ത് ഓതിയിട്ട് പറയും സ്ത്രീകളെ ചെറുതാക്കുകയാണ് എന്ന്. അല്ല, പുരുഷന്റെ തലയിൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ വെച്ചു കൊടുക്കുകയാണ്.